ഈ ചെടി കണ്ടിട്ടുണ്ടോ? നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ സുപരിചിതമായ വളരെ ഔഷധ ഗുണമുള്ള തവരക്കീരയാണിത്. ഇന്നലത്തെ മഴയിൽ കിളിർത്ത തവരാന്ന് അങ്ങനെയൊക്കെ ആൾക്കാർ കളിയാക്കിയൊക്കെ പറയാറില്ലേ? ആ തവരയാണ് ഈ തവരക്കീര. ചില ആളുകൾക്ക് പഴഞ്ചൊല്ലുകളൊക്കെ അറിയാം, പക്ഷേ അതിൻ്റെ അകത്തുള്ള വാക്കുകളൊന്നും ചിലർക്ക് യഥാർത്ഥത്തിൽ അറിയാൻ പാടില്ലായിരിക്കും. എനിക്കും അങ്ങനെ ഒത്തിരി പഴഞ്ചൊല്ല് അറിയാമായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സാരാംശം അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. നമ്മുടെ വീടിന് ഫ്രണ്ടിലായിട്ട് ഒരു പറമ്പിൽ നിറയെ തവരയിലക്കറിയുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോരൻ വയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ എനിക്ക് കുറേ ഇല പറിച്ചു തന്നു. അങ്ങനെ സൂപ്പർ, നല്ല അടിപൊളി നല്ല കീര കിട്ടിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ വേഗത്തിൽ പറിച്ചു കൊണ്ടുവന്നത് കാരണം നമുക്കിത് തിളിറിൻ്റെ അതിൻ്റെ സ്റ്റെമ്മില്ലേ, അത് ഏറ്റവും ലോലമായിട്ടുള്ളത് എടുത്താലാണ് ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഹാർഡായിട്ടുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനും പറ്റില്ല, അത് വയറിന് ശരിയാവില്ല. അത് കാരണം ഇനി ഇതൊക്കെ ഒരു ജോലിയുണ്ട്. ഒന്നേന്ന് ഞാൻ കുറേയൊക്കെ നുള്ളി മാറ്റേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇല മാത്രം എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഹാർഡായ ആ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇല മാത്രം വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വാർക്കാൻ വേണ്ടി വയ്ക്കണം. 2-3 കഴുകൊക്കെ കഴിയണം. മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ട്, എന്നാലും ആ ഇലയുടെ അടിയിലൊക്കെ പുഴു പോലെ എന്തെങ്കിലുമൊക്കെ കാണും, ചെറിയ വലയനുണ്ടല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഇതായിപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തോരൻ വയ്ക്കാനായി ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ആദ്യം ഇല ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ ഞാൻ തോരൻ ചെയ്യുമ്പോൾ എണ്ണയിലിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമല്ല, ഇതിൽ നല്ല വേവുണ്ട്. അത് കാരണം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യമേ ഉപ്പിടാൻ പാടില്ല. ഈ ഇലയ്ക്ക് തന്നെ ഒരു ഉപ്പ് രസമുണ്ട്, ചെറുതായിട്ടൊരു ഉപ്പ് രസമുണ്ട്. സോ അതൊന്ന് മയങ്ങി കിട്ടിയതിന് ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാനിടുകയാണ്. ഇവിടെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇപ്പോൾ അടച്ചിട്ട് വേവിക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 റെഡ് ചില്ലിയും കുറേ വെളുത്തുള്ളിയും ചേർക്കുകയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലാവാം കേട്ടോ, അത് ഗ്യാസ് ട്രബിളൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അത് കാരണം കുറച്ച് വെളുത്തുള്ളി കൂടുതൽ. പിന്നെ 1 സ്പൂൺ ജീരകം, 2 പിടി തേങ്ങ, ഇത്ര തന്നെയാണ്, വേറെ ഒന്നുമല്ല. മുളക്, വെളുത്തുള്ളി, ജീരകം, ഇത്ര തന്നെയാണ്. നമുക്കിത് ചെറുതായിട്ടൊന്ന് കോഴ്സായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് തീരെ വെന്തതായിട്ട് തോന്നുന്നില്ല, നമുക്ക് ഇന്നും ഒരു വേവുണ്ട്. വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറണം. നമ്മൾ സാധാ കീര വയ്ക്കും പോലെ അല്ല ഇത്. മുരിങ്ങക്കീരയോ നമ്മളെ പച്ചക്കീര, ചുവപ്പ് കീര ഇതുപോലെയൊന്നും അല്ല, പെട്ടെന്നൊന്നും വേവില്ല, നന്നായിട്ടൊന്ന് വേവണം. ഇപ്പോൾ തോരന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നില്ലേ, ആ അരപ്പൊന്നിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇലക്കറിക്ക് എന്തിനാണ് മഞ്ഞാന്നൊരു ചൊല്ലുണ്ട്, പക്ഷേ ഞാനിട്ട് കൊടുക്കുന്നത് കാരണം എന്തെങ്കിലും ഈ ഇലയല്ലേ, പഴയതുപോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇലയിൽ എന്തെങ്കിലും ഒരു വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേരുമ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്ന് എൻ്റെ ഒരു വിശ്വാസം. അതിനുവേണ്ടി ഞാൻ ഏത് കറികൾ വെച്ചാലും ഞാൻ അതിലല്പം മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. നമുക്കിന്ന് ഒരിക്കൽ കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഫുള്ളിലാണുള്ളത്. കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്, കാരണം കരിഞ്ഞു പോകാൻ പാടില്ല. ഇലയ്ക്ക് വേഗമുണ്ട്. വെന്തിട്ടില്ല, ഞാൻ ഒരു ഇല എടുത്ത് നോക്കി, അത് ശരിക്കും വെന്തിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളവും വറ്റി നന്നായിട്ട് ഇല വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്.
ഈ ഇല കിട്ടുകയാണെങ്കിൽ ആരും മിസ് ചെയ്യല്ലേ, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് വേറെ രീതിയിലും ചെയ്യാം. മുട്ട സ്ക്രംബിൾ ചെയ്ത് ഇടാം, ഇല്ലെങ്കിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ അതും തനിയെ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിടാം. തക്കാളി ചേർത്തിടുന്നവരും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല, സിമ്പിളായിട്ട് എളുപ്പ വഴിയിൽ ചെയ്തതാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബൈ ഫോർ നൗ.